ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെയ്ച്ചോറും ചില്ലി ബീഫുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. പ്ലെയിൻ നെയ്ച്ചോറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ നെയ്ച്ചോറും ചില്ലി ബീഫും തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ചില്ലി ബീഫും നെയ്ച്ചോറും എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നേരിതാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇത് കുക്കറിൽ വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആയിക്കോളും, ഗ്രേവി ആയിക്കോളും. അപ്പം നമ്മളിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തവയിൽ. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. ഇതേപോലെ നമ്മൾ സവാള വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ തക്കാളി, സെയിം ഇതിൽ തന്നെ ക്യാപ്സിക്കം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇഞ്ചി അരിഞ്ഞത്, ക്യാപ്സിക്കം, സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വേറെ എരിവൊന്നും ചേർക്കാത്തതുകൊണ്ട് പച്ചമുളക് കുറച്ച് അധികം എടുക്കുക. പിന്നെ കുരുമുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പം നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല മൂത്ത പച്ചമുളകാണ്, കാരണം കറിക്ക് ആവശ്യമായ എരിവിന് വേണ്ടി. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ചില്ലി ചിക്കനും ചെയ്യുന്ന പോലെ സ്ക്വയറാക്കി കട്ട് ചെയ്യണ്ട, ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബീഫ് എങ്ങനെയാണോ കട്ട് ചെയ്ത് അതേ സെയിം പോലെ സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ഇപ്പം ഇടണ്ട, ലാസ്റ്റ് ഇട്ടാൽ മതി. കാരണം തക്കാളി പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോണ ഒരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ ഇപ്പം ഇടണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും ഒത്തിരി അങ്ങ് വഴണ്ടി വരേണ്ട, സവാള നന്നായി വഴണ്ടി വന്നേക്കുന്നതാണ്. ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം മഞ്ഞൾപ്പൊടിയുടെ കളറൊന്നും നമുക്ക് വേണ്ട. പിന്നെ ജസ്റ്റ് ആ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. ചില്ലി ചിക്കൻ പോലെ നമ്മൾ റെഡ് കളറിലുള്ള ചില്ലി ബീഫല്ല തയ്യാറാക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ബീഫാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
സോയാ സോസ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഈ സോസുകളിലെല്ലാം തന്നെ ഉപ്പുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് വേണം ഉപ്പിടാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് ഒരു 3-4 ഇല പുതിനയിലയും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ സ്പ്രിംഗ് ഓണിയൻ ഇത്തിരി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ബീഫ് അരിഞ്ഞ പോലെ തന്നെയാണ് എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഈ കറി ഒരുവിധം തിളച്ച് കുരുമുളകും സോയാ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ബീഫിലേക്ക് ആയതിനു ശേഷം മാത്രം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കി അത് നമുക്കിതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ ഗ്രേവി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ മസാലകളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ലല്ലോ ഗ്രേവിയിൽ. അപ്പോൾ ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് ഈ സമയം തക്കാളി ചേർത്ത് കൊടുക്കാം. കാരണം ബീഫിലേക്കൊക്കെ എല്ലാം ശരിക്കും ആ ടേസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സമയം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മൾ ചില്ലി ബീഫ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സെയിം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം. പ്ലെയിൻ നെയ്ച്ചോറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 5-8 കരാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കപ്പ് കൊണ്ട് 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പം 4.5 കപ്പ് വെള്ളം ചേർക്കണം. കാരണം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. നമ്മൾ കുതിർത്ത് വെച്ചാണ് അരിയാണ്. അതുകൊണ്ട് കുക്കറിലല്ലാത്തതുകൊണ്ടാണ് 1.5 കപ്പ് ചേർക്കുന്നത്. കുക്കറിലിട്ടാൽ നമ്മൾ അരി വേവിക്കുന്നതെന്ന് വെച്ചാൽ 1.25 കപ്പ് മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അത് ആ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്ലാസിക് ബിരിയാണി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബിരിയാണി റൈസ്. അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി വെയിറ്റ്. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞപ്പം നമ്മുടെ റൈസ് റെഡിയായി. നല്ല കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പൂ പോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല വിടർന്ന് കിടക്കുന്ന ചോറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലെയിൻ നെയ്ച്ചോറ് തയ്യാറായിക്കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ചില്ലി ബീഫ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പ്ലെയിൻ നെയ്ച്ചോറും ചില്ലി ബീഫും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നെയ്ച്ചോറും പ്ലെയിൻ നെയ്ച്ചോറും ചില്ലി ബീഫും തയ്യാറായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.